അഴിമതിക്ക് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് കേരളത്തിലെ സർക്കാരെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. കേരള മോഡലിന്റെ കാലം കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞു. NDA തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. പരിധി കഴിഞ്ഞും കേരളം പണം കടമെടുക്കുകയാണെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. പത്മനാഭസ്വാമി വണരുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധനം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അത്യായ സന്തോഷമുണ്ട്. തുടക്കം മലയാളത്തിൽ, പിന്നെ പരിഭാഷകനില്ലാതെ സ്വന്തം ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച പ്രവർത്തകരെ കയ്യിലെടുത്തു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയത് ഭരണകർത്താക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് ധനമന്ത്രി പറഞ്ഞു. RBI തന്നോട് റിപ്പോർട്ടിൽ 5 ടോപ്പ് സ്റ്റേറ്റ്സ് இருக்கு இந்தியால ഫൈനാൻഷ്യലി സ്ട്രെസ്ഡാ இருக்கா. அந்த 5 ടോപ്പ് സ്റ്റേറ്റ്ஸ்ல കേരള ஒண்ணு. കേരളത്തെ மக்களுடைய மிஸ்டேக் இல்ல. கண்டினியூவஸ்லி ஃபிஸ்கல் மேனேஜ்மெண்ட் பூரா இருந்தா தான் அப்படி ஆகும். borrowing லிமிட்ஸ் இருக்கு, அதை தாண்டி அதை சர்க்கம்வெட் பண்ணி I want more money to borrow. ரிணம் கடன் வாங்கினா அது பே பண்றது நீங்க, நான், இங்க இருக்கிறவங்க எல்லாரும். புரியுறதா? മനസ്സിലായോ? UPA ഭരണകാലത്ത് കേരളത്തിൽ നൽകിയ സാമ്പത്തിക സഹായങ്ങൾ കണക്ക് നിരത്തി പറഞ്ഞാണ് കോൺഗ്രസിനെ നിർമ്മല സീതാരാമൻ കടന്നാക്രമിച്ചത്. ഒരു പ്രതിപക്ഷ MPയെ തിരുവനന്തപുരത്തിന് ആവശ്യമില്ലെന്നും അവർ പറഞ്ഞു. സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ ഇല്ല ഇത്. രാജീവ് ചന്ദ്രശേഖർ is BJP's candidate, NDA's candidate for parliament. You have a member of parliament from Thiruvananthapuram who again belongs to the opposition. UPA government time la 8 ministers from Kerala sitting there. How much did they give Kerala? 46,303 crores. In these 10 years, after Prime Minister Modi, how much is given to Kerala? I am giving you figures as of 29th February 2024, March masam cherkala. 1,55,649 crores. രാജ്യത്തിന് മാതൃകയെന്ന് പറഞ്ഞ കേരള മോഡൽ ഇപ്പോൾ ഇല്ല. പല മേഖലകളിലും കേരളം പിന്നോട്ട് പോയിട്ടുണ്ട്. വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിൽ അഴിമതിയുടെ പരമ്പരയാണെന്ന് പറഞ്ഞ നിർമ്മല സീതാരാമൻ സംസ്ഥാന സർക്കാർ അഴിമതിക്ക് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണെന്നും കൂട്ടിച്ചേർത്തു. കേരളയിലെ ഒരു സ്കാൻഡൽ തൊട്ടാ ഒന്നൊന്ന്, 300 സ്കാൻഡൽ തൊട്ടാ ഒന്നൊന്ന്, 300 സ്കാൻഡൽ തൊട്ടാ ഒന്നൊന്ന്. മാറ്റി യോഷ്കതാ തറക്ക 300 സ്കാൻഡൽ, തറക്ക 300 സ്കാൻഡൽ. NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.